ഞാൻ ഡോക്ടർ ശ്യാം സുന്ദർ, SK ഹോസ്പിറ്റൽ തിരുവനന്തപുരം മെഡിക്കൽ സൂപ്രണ്ടാണ് ആൻഡ് ഫിസിഷ്യൻ കൂടിയാണ്. 28 സെപ്റ്റംബർ 2023 നമ്മൾ ആൻറ്റി റേബീസ് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. റേബീസ് അഥവാ പേപ്പട്ടി വിഷബാധ വളരെ ഗുരുതരമായ ഒരു കാര്യമായിട്ടാണ് നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും കാണുന്നത്. പ്രധാനപ്പെട്ട കാരണം ലോകത്തിലാകപ്പാടെയുള്ള 60,000-ഓളം പേപ്പട്ടി വിഷബാധയോട്ടുള്ള മരണം കൊണ്ടിൽ 36% ഇന്ത്യയിലാണ്. മാത്രമല്ല കേരളത്തിന് അതൊരു വലിയൊരു പങ്കുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ടുണ്ടാകുന്ന പേപ്പട്ടി വിഷബാധ ഏകദേശം 5 മടങ്ങായിട്ട് കൂടിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ലക്ഷത്തോളം പട്ടി കടി ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് പേര് വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം 21 പേർക്ക് പേവിഷബാധ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 21 പേരെന്നുള്ള വളരെ ചെറിയ സംഖ്യ ആണെങ്കിൽ പോലും 100% മരണസാധ്യതയുള്ള ഒരു അസുഖമാണ് പേവിഷബാധ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു രോഗത്തിനെയും പോലെയല്ല. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മരണം സുനിശ്ചിതമാണ്, 100% മരണം സംഭവിക്കും എന്നുള്ളതാണ്. മറ്റുള്ള അസുഖങ്ങൾക്കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് എൻകഫലൈറ്റിസ് എന്ന വളരെ ശക്തമായ ഒരു അസുഖമാണുള്ളത്. പക്ഷെ അതിൻ്റെ മരണനിരക്ക് വെറും 12%. H1N1 നമ്മൾ വളരെയധികം പടർന്നു പിടിച്ച അസുഖമുണ്ട്. അതുപോലെ ഫ്ലൂ പോലെയുള്ള അതിൻ്റെയൊക്കെ മരണനിരക്ക് 6% താഴെയാണെന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ 100% മരണനിരക്കുള്ള ഒരസുഖം നമ്മുടെ നാട്ടിൽ വളരെ പ്രബലമായിട്ട് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കും. ലോകമാകപ്പാടെയുള്ള കണക്കുകൾ നോക്കിയാലും 1/3 മരണങ്ങൾ ഉണ്ടാവുന്നത് ഇന്ത്യയിലാണ്, അല്ല കേരളത്തിലെ മരണങ്ങളാണ്. മറ്റുള്ള സ്റ്റേറ്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പേവിഷബാധയും അതുകൊണ്ടുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത് കേരളത്തിലാണ്. എന്താണ് പേവിഷബാധ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ റാബ്ഡോ വൈറസ് എന്ന് പറയുന്നൊരു വൈറസാണ് ഈ രോഗത്തിന് പ്രധാനമായ കാരണം. അതിൻ്റെ വൈറസ് പട്ടി, അതുപോലെയുള്ള പൂച്ച, വവ്വാൽ, കുറുക്കൻ അങ്ങനെയുള്ള വൈൽഡ് അനിമൽസിൻ്റെ ഉമിനീരിൽ കൂടി പുറത്തു വരുന്ന ഒരു വൈറസാണത്. ഈ അസുഖം ബാധിച്ച മൃഗങ്ങളും അതുപോലെയുള്ള സംഭവങ്ങൾ കൊണ്ടുള്ള ലക്ഷണങ്ങൾ കൊണ്ട് മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അവയും മരിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അതൊന്നും നമ്മൾ കണക്കിലെടുക്കുന്നില്ല, അതൊന്നും മനസ്സിലാക്കുന്നതുമില്ല. പക്ഷെ അവ അപകടകാരികളും ആക്രമണകാരികളും ആവുമ്പോൾ അത് മനുഷ്യരെ കടിക്കുകയോ മനുഷ്യരെ ഉപദ്രവിക്കുകയോ ചെയ്യുമ്പോഴാണ് ഇത് മനുഷ്യരിലേക്ക് ഈ അസുഖം വരുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മുറിവ് ഉണ്ടാകുന്ന ഭാഗത്തു നിന്നുള്ള ചെറിയ നാഡീഞരമ്പ് വഴിയാണ് ഈ വൈറസ് ശരീരത്തിലേക്ക് കടക്കുന്നത്. ശരീരത്തിലെ ഇത് ന്യൂറോട്രോപ്പിക് വൈറസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ളതാണ്. അത് നെർവസ് ടിഷ്യൂ, അതായത് നാഡീഞരമ്പുകൾ കൂടി മാത്രമേ അത് മുമ്പോട്ട് പോകത്തുള്ളൂ. അത് ഈ നാഡീഞരമ്പത്തിൽ വളരെ സ്ലോ ആയിട്ടാണ് അത് മുകളിലേക്ക് പോകുന്നതും അത് തലച്ചോറിലെത്തുകയും ചെയ്യും. തലച്ചോറിലെത്തുകയാണ് നമ്മൾ ഈ പറയുന്ന രോഗലക്ഷണങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇതിങ്ങനെ വരാൻ തലച്ചോറിൽ വരെ ഈ രോഗാണുക്കളെത്താൻ 10 മുതൽ 90 ദിവസം വരെ സമയമെടുക്കും. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് നമുക്ക് ഈ മുറിവുണ്ടായിട്ടില്ലെങ്കിൽ അതിൽ കടിയേറ്റിരിക്കുന്നത് എന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ കയ്യിലോ കാലിലോ ഒക്കെ ആണെങ്കിൽ തലച്ചോറിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്താണ് ഇതുണ്ടെങ്കിൽ ഏകദേശം 90 ദിവസം വരെ ചിലപ്പോൾ എടുത്തേന്ന് വരും. നേരെ മറിച്ച് തലയിലോ കണ്ണിനടുത്തോ കഴുത്തിലോ ഒക്കെ ആണെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അത് നമ്മുടെ തലച്ചോറിലേക്ക് എത്തും. ഈ തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാലുള്ള സിംറ്റംസാണ് നമ്മൾ സാധാരണ രീതിയിൽ പേവിഷബാധ എന്ന് പറഞ്ഞ് കാണുന്നത്. പ്രധാനമായിട്ടും അത് നമ്മുടെ അജിറ്റേഷൻ, നമ്മൾ വളരെ ആങ്ഷ്യസ് ആയിട്ടിരിക്കുകയും ഒരുപാട് ബഹളം ഉണ്ടാക്കുകയും വെപ്രാളം കാണിക്കുകയൊക്കെ ചെയ്യും. അതോടൊപ്പം ശ്വാസം വിടാനും വെള്ളം കുടിക്കാൻ മാത്രമല്ല വിഴുങ്ങാനും ഒക്കെ വളരെയധികം പ്രയാസമുണ്ടാകും. കാരണം കഴുത്തിലെ അല്ലെങ്കിൽ ശ്വാസമെടുക്കുന്ന ഭാഗത്തിലെ മസിലുകൾ, പേശികൾ ഈ വൈറസ് ബാധ കൊണ്ടും വളരെ ശക്തമായി സങ്കോചിക്കുന്നത് കൊണ്ടും റിലാക്സ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി ആയിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാകുന്നത്. അല്ലാതെ വെള്ളത്തിനോട് പേടിയോ വായുവിനോടുള്ള പേടിയോ അല്ല ഉണ്ടാകുന്നത്. അത് സംബന്ധിച്ചുണ്ടാകുന്ന കഴുത്തിലെ മാംസപേശികൾ വളരെ ശക്തമായി സങ്കോചിക്കുന്നത് കൊണ്ടാണ് ആ ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്നത് മരുന്നുകൾ ഒന്നും ഇതിന് സത്യം പറഞ്ഞാൽ ചികിത്സാവിധിയല്ല. പ്രിവെൻഷൻ, അതായത് വരുന്ന അസുഖം തലച്ചോറിൽ എത്താതിരിക്കുക എന്നുള്ള ആ ഒരു ചികിത്സ മാത്രമേ നമുക്കുള്ളൂ. അത് 1885
ലൂയി പാസ്ചർ കണ്ടുപിടിച്ച അതേ വാക്സിൻ തന്നെയാണ് നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നത്. ആ വാക്സിൻ ഉണ്ടാക്കുന്ന ടെക്നിക്കുകളും അതിൻ്റെ പ്യൂരിറ്റിയും ഒക്കെ ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിലും ടെക്നിക്ക് ഇപ്പോഴും അത് തന്നെയാണ്. അതിൽ നിന്നും കൂടുതൽ ഒരു ഡെവലപ്മെൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ലക്ഷണങ്ങൾ കാണിച്ചതിന് ശേഷം 15 പേർ മാത്രമേ ഇതുവരെയുള്ള കാലങ്ങളിൽ ഇതിന് ശേഷം ജീവിച്ചതായിട്ട് അറിവുള്ളൂ. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനെങ്കിൽ 6 പേർ മാത്രമേ ഈ ലക്ഷണങ്ങൾ വന്നതിന് ശേഷവും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുള്ളൂ. ജീവനോടെ ഇരിക്കുന്നെങ്കിലും അവർക്ക് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ, ന്യൂറോളജിക്കലായ സെക്വലേ ഓടുകൂടിയാണ് അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രം കൊണ്ട് രോഗം ഭേദമായി എന്ന് പറയാൻ സാധ്യതയില്ല. ഇപ്പോഴും 100% മരണസാധ്യതയുള്ള അസുഖമായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ചികിത്സിക്കുന്നത് എങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, നമ്മൾ ആ വൈൽഡ് അനിമൽസ്, വന്യമൃഗങ്ങളോടും നമ്മൾ എത്രയും ഇഷ്ടപ്പെട്ട് വളർത്തുന്ന പെറ്റ്സ് ആണെങ്കിൽ പോലും അവയും അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ മാറ്റി നിർത്തുക, കുറച്ച് അകന്ന് നിൽക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നിങ്ങൾക്ക്. എന്നാൽ കടി ഏറ്റു കഴിഞ്ഞാൽ പിന്നെ അത് എത്ര നല്ല രീതിയിൽ അത് കടിച്ചായാലും, എത്ര നല്ല സ്വഭാവത്തോടുകൂടി നിങ്ങളെ കടിച്ചാലും, ഈ വന്യജീവികൾക്ക് ഈ ലക്ഷണങ്ങൾ കാണിക്കാൻ ചിലപ്പോൾ പല സമയം കൊണ്ടുണ്ടായിരിക്കും വരുന്നത്. പക്ഷേ മനുഷ്യർക്ക് ഒരുപക്ഷെ അതിനേക്കാൾ മുമ്പേ തന്നെ ഈ ലക്ഷണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 10 ദിവസം നോക്കിയതിന് ശേഷം ചികിത്സ എടുത്താൽ മതി എന്നൊക്കെ പണ്ടൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു. അതൊന്നും ഇപ്പോൾ ബാധകമല്ല. നമ്മുടെ മനുഷ്യരെ സംബന്ധിച്ചോളം എപ്പോഴും വേണമെങ്കിലും ഈ രോഗം ഗുരുതരമായി മാറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ പട്ടി കടിച്ചാലോ അതുപോലെ മറ്റുള്ള വന്യജീവികൾ കടിച്ചാലോ ഉടനെ തന്നെ ഈ പ്രിവെൻഷൻ, ഈ വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. ഈ പഴയതിനേക്കാളും വളരെ പ്യൂരിഫൈഡുള്ള വാക്സിനാണ് നമ്മളിപ്പം ഉപയോഗിക്കുന്നത്. അത് 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇൻട്രാമസ്കുലർ ആയിട്ടും ഇൻട്രാഡെർമൽ, അതായത് മസിലിനകത്ത് കുത്തിവയ്ക്കുന്ന ഇഞ്ചക്ഷനുമുണ്ട്, അതായത് വെറും തൊലിപ്പുറത്തുകൂടെ കുത്തിവയ്ക്കുന്ന ഇഞ്ചക്ഷനുമാണ്. തൊലിപ്പുറത്തുകൂടെ കുത്തിവയ്ക്കുന്ന ഇഞ്ചക്ഷനാണ് വളരെ കുറച്ച് വാക്സിൻ മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ പേശികളിൽ കൂടെ കുത്തിവയ്ക്കുന്ന ഇഞ്ചക്ഷനേക്കാളും കൂടുതൽ പ്രതിരോധ ശക്തിയുള്ളത് ഈ തൊലിപ്പുറത്തുകൂടി കുത്തിവയ്ക്കുന്ന ഇഞ്ചക്ഷനാണുള്ളത്. അത് ആദ്യത്തെ ദിവസവും 3-ാമത്തെ ദിവസവും 7-ാമത്തെ ദിവസവും 14-ാമത്തെ ദിവസവും 28-ാമത്തെ ദിവസം രീതിയിലൊരു ഷെഡ്യൂളുണ്ട്. തീർച്ചയായിട്ടും ആ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ കുത്തിവയ്ക്കുകയാണെങ്കിൽ 99% ഈ രോഗം വരുന്നതിൽ നിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. 1% ഇന്ന് വന്നവർക്കും 1% ആളുകൾക്കും ഒരുപക്ഷെ ഈ വാക്സിനൊക്കെ എടുത്തതിന് ശേഷവും ഈ മരണം ഉണ്ടായിട്ടുണ്ട്. അത് വളരെ അപൂർവമാണ്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് കടി ഏറ്റിരിക്കുന്നത് മിക്കവാറും കണ്ണിൻ്റെ അടുത്തോ ചെവിയുടെ അടുത്തോ കഴുത്തിനടുത്തോ ഒക്കെയുള്ള കടിയാണ് ഏറ്റിരിക്കുന്നത്. നമ്മുടെ ഈ വാക്സിൻ എടുത്താലും അതിൻ്റെ പ്രതിരോധ ശക്തി വരുവാൻ കുറച്ച് സമയമെടുക്കും. ആ സമയത്തിന് മുമ്പേ നമ്മുടെ വൈറസ് നമ്മുടെ തലച്ചോറിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡോക്ടറെ കാണുകയും വാക്സിൻ എടുക്കുകയും ചെയ്യുകയാണ് പ്രധാനപ്പെട്ട കാര്യം. അഥവാ എന്തെങ്കിലും താമസം ഉണ്ടെങ്കിലും കടി ഏറ്റ ഉടനെ ശരീരം ആ ഭാഗം സോപ്പും വെള്ളവും കൊണ്ട് കഴുകി വൃത്തിയാക്കുക. സോപ്പിനെ ഒരിക്കലും അതിജീവിക്കാൻ കഴിയാമെന്നുള്ളൊരു വൈറസ് അല്ല ഇത്. അപ്പോൾ സോപ്പ് മാത്രം ഉപയോഗിച്ചാൽ മാത്രം ഇതിൻ്റെ വലിയൊരു പ്രതിരോധ ശക്തി അല്ലെങ്കിൽ പ്രിവെൻഷൻ നമുക്ക് ചെയ്യാം. അതിനുശേഷം വാക്സിനേഷൻ എടുക്കുന്നത് പ്രധാനമാണ്. അതോടൊപ്പം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിലും വലിയ ആളുകളാണെങ്കിലും വലിയ ഗുരുതരമായ മുറിവാണെങ്കിൽ അതിൻ്റെ ചുറ്റും തന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്ക്കുന്ന ഒരു രീതി കൂടെ നമുക്കുണ്ട്. പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയും. ആ രീതിയും നമ്മൾ അവലംബിക്കുകയാണെങ്കിൽ 100% പേവിഷബാധയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ നമ്മുടെ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള ചികിത്സയ്ക്ക് പോയി സമയം പാഴാക്കുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ്. കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് ആശുപത്രിയിലും പേവിഷബാധയ്ക്കുള്ള എതിരായുള്ള വാക്സിൻ അവൈലബിളാണ്. അതിന് സൗജന്യമായി കിട്ടാനുള്ള നിയമവും ഗവൺമെൻറ്റിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എല്ലാവരും അത് ഉപയോഗിക്കുക. പേവിഷബാധ നമ്മുടെ 100% മരണത്തിന് കാരണമായ ഒരു അസുഖമാണെന്ന് എപ്പോഴും മനസ്സിലാക്കി, അങ്ങനെയുള്ള ഒരു അസുഖങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വേറെ ഇല്ല. അതുകൊണ്ട് അതിൻ്റെ ആ ഗുരുതരമായ അവസ്ഥ മനസ്സിലാക്കി നമ്മളതിനോട് പ്രതികരിക്കുകയും അതിനുള്ള ഒരു പുതിയ ലക്ഷ്യത്തിലേക്ക്, എല്ലാവർക്കും ആരോഗ്യം എന്ന ലക്ഷ്യത്തിലേക്ക് മുമ്പോട്ട് പോകുമെന്ന് ഞാൻ ആശംസിക്കുന്നു.